ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് ബാക്കിയുള്ളവരൊക്കെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോളണേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തോളണം. നമ്മൾ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് ശരിക്ക് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണേ. ആഴ്ചയിൽ 2 ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. ബാക്കിയുള്ളത് അവരവരുടെ ക്ലാസ്സിന് വരാം, വേണമെങ്കിൽ മറ്റുള്ളവരുടെ ക്ലാസ്സിന് പങ്കെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തിങ്കളും വ്യാഴവും നമ്മൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് നമുക്ക് എനർജിയുമായി ബന്ധപ്പെട്ട, ഊർജവുമായി ബന്ധപ്പെട്ട ചില പ്രാക്ടീസുകളും അതുമായി ബന്ധപ്പെട്ട നമ്മളെ മനസ്സിൻ്റെയും ബോഡിയുടെയും ഒക്കെ ചില പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നൊരു ഏരിയയാണ്. വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബാങ്ക്, നമ്മളുടെ മുന്നോട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ കോഴ്സിലേക്ക് വരുന്ന ഓരോരുത്തരും അവരുടെ ലൈഫിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ മുന്നോട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി, തയ്യാറെടുക്കുന്നതിന് വേണ്ടി, ലൈഫിൽ പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു ഇടമാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് സെക്ഷനിലോട്ട് പോകുമ്പോൾ ഈ ഏരിയ യൂണിവേഴ്സൽ ബാങ്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യൂണിവേഴ്സൽ ബാങ്ക്, അതായത് പ്രപഞ്ചത്തിലെ നമ്മളുമായി ഒരു ബാങ്ക് നിർമ്മിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും, പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സമൃദ്ധിയുടെ കാര്യത്തിലായിക്കോട്ടെ, സന്തോഷത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റ് ഏത് കാര്യത്തിലും യൂണിവേഴ്സൽ ബാങ്കുമായി അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്ന് പറയുന്നൊരു വലിയൊരു ബാങ്കുണ്ട്. ആ ബാങ്കിൻ്റെ ഒരു ശാഖ നമ്മളെല്ലാവരും തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു ബ്രാഞ്ച് നമ്മൾ എല്ലാവരും തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സൽ ബാങ്ക്, അപ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. അതായത് നക്ഷത്ര സമൂഹങ്ങൾ കൂടിച്ചേർന്ന് പ്രപഞ്ചം, ആ നക്ഷത്ര സമൂഹങ്ങളിൽ അതിനെ ഗാലക്സി എന്നാണ് പറയുന്നതെന്ന് അറിയാം. അപ്പൊ ഗാലക്സിയിലെ സ്പൈറൽ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിനകത്താണ് നമ്മളുടെ സൂര്യനുള്ളത്. അപ്പൊ ആ സൂര്യനിലെ ചുറ്റും 8 ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിലെ ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളിൽ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മ ഊർജമായിട്ടുള്ള ചിന്തകളുടെ കൂട്ടമായിട്ടുള്ള ആശയരൂപീകരണം. ഇത് നമ്മളെന്നും പറയുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചം, ഗാലക്സി, സൂര്യൻ, ഭൂമി, പ്രകൃതി അല്ലെങ്കിൽ ജീവജാലങ്ങൾ, അതിലെ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ, അവരുടെ മനസ്സ്, അതിനോടൊപ്പം ആ മനസ്സിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജമായിട്ടുള്ള ചിന്ത, ആ സൂക്ഷ്മ ഊർജങ്ങൾ കൂടിച്ചേരുന്ന ആശയ രൂപീകരണം, അത് നേരെ പ്രപഞ്ചത്തിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണ് ആ സൂക്ഷ്മമായിട്ടുള്ള ഊർജം, ചിന്തകളെന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജമാണ്. ആ ഊർജത്തെ എത്രമാത്രം ചേർത്ത് പിടിക്കാൻ പറ്റുമോ, എത്രമാത്രം അതിനെ ആശയരൂപീകരണം നടത്താൻ പറ്റുമോ, നമ്മുടെ ചിന്തയെ എത്രമാത്രം വികസിപ്പിക്കാൻ പറ്റുമോ, അത്രമാത്രം നമുക്ക് പ്രപഞ്ചത്തോളം എത്താൻ പറ്റും, പ്രപഞ്ചത്തിനോടൊപ്പം എത്താൻ പറ്റും എന്നാണ് നമ്മളുടെ ഈ കോഴ്സ് പറയപ്പെടുന്നത്. അതായത് ഒരു നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഏറ്റവും സൂക്ഷ്മമായ
എന്താണ് ഊർജത്താലാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്താണ് പിന്നീട് ആ സൂക്ഷ്മമായ ഊർജം സൂക്ഷ്മമായ പൊടിപടലങ്ങൾ അത് കൂടിച്ചേർന്ന് എന്താണ് കോടാനുകോടി വർഷങ്ങളെടുത്ത് അത് കൂടിച്ചേർന്ന് ഘനീഭവിച്ച് അത് പിന്നീട് എന്ത് ചെയ്യണം നക്ഷത്രമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സൂക്ഷ്മതയിലാണ്. ഇപ്പൊ എല്ലാത്തിൻ്റെയും ആദിരൂപം സൂക്ഷ്മതയാണ്. ഇപ്പോൾ കാണുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ ഘടകങ്ങളുടെയും ആദിരൂപം സൂക്ഷ്മതയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യൂണിവേഴ്സൽ ബാങ്ക് നമ്മൾ എപ്പോഴും പറയുന്നു, നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. മിൽക്കി വേ എന്ന് പറയുന്ന സ്പൈറൽ ഗാലക്സി ആയിട്ടുള്ള ആ ഗാലക്സി എന്താണ് തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഇടയിലെ ഒരു നക്ഷത്രം മാത്രമാണ് സൺ. അപ്പൊ ആ സണ്ണിന്റെ മക്കളാണ് ഈ ഗ്രഹങ്ങൾ. ഇപ്പൊ നമുക്കറിയാം ആ സണ്ണിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സണ്ണിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 8 ഗ്രഹങ്ങളിൽ മൂന്നാമത് നിൽക്കുന്ന ഗ്രഹമാണ് ഭൂമി. അതിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയുടെ ഏത് വശത്ത് പോയി നിന്ന് നോക്കിയാലും നക്ഷത്രങ്ങളെ കാണാം. ഇപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഒരു ലക്ക് എന്ന് പറയുന്നത് തന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുണ്ട്. അപ്പൊ അവിടെ എല്ലാ സ്ഥലത്തും ഈ ഭൂമിയുടെ 4 സൈഡിൽ നിന്നും മനുഷ്യൻ നോക്കിയാലും നക്ഷത്രങ്ങൾ ചുറ്റിലും ഉണ്ടെങ്കിൽ നമ്മൾ നക്ഷത്ര സമൂഹങ്ങൾക്കകത്ത് ജീവിക്കുകയാണ്. ഒരുപാട് നമ്മൾ ദൂരമാണ്, നക്ഷത്രത്തിൽ നിന്നൊക്കെ പ്രപഞ്ചത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റി നിർത്തേണ്ടതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. വളരെ സന്തോഷം. ഇന്ന് നമ്മൾ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നൊരു ഏരിയയാണ് നമ്മൾ സംസാരിക്കുന്നത്. യൂണിവേഴ്സൽ ബാങ്ക് എപ്പോഴും ഞാൻ പറയുന്ന പറഞ്ഞാൽ നമ്മളുടെ പ്ലാൻ, ഈ കോഴ്സ് പഠിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ പഠിച്ച് പ്രപഞ്ചത്തിനെയും പ്രകൃതിയെയും ഒക്കെ തന്നെ പഠിച്ച് ഒരു നോളജ് മാത്രം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്കത് പ്ലാൻ ചെയ്ത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇന്നലെ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനുകൾ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ഈ കോഴ്സ് നമ്മുടെ ക്ലാസ് വരുന്നതെന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ട് 4 രീതിയിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് എന്ത് ചെയ്യുക വരുന്നത്. ഒന്ന്, നിലവില് ഒന്നും തുടങ്ങിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, ഒന്നും ആയിട്ടില്ല, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്ന കുറച്ച് പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉദ്ദേശം അവരെ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്ലാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു അറിവ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ രതീർ സാർ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഒരു തവണത്തേക്ക് ക്ഷമിച്ച് കേട്ടാ. അപ്പൊ അങ്ങനെ വന്ന ഒരു ടീമുണ്ട്. രണ്ടാമത് വന്നതെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു, ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുണ്ട്. അവരും അങ്ങനെ കുറച്ച് സഹോദരങ്ങൾ ഇതിനകത്തുണ്ട്. അവരും ഇതിനകത്തേക്ക് വന്നിട്ട് അത് ബാക്കി എന്ത് ചെയ്യുക, തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന സഹോദരങ്ങൾ ഇതിനകത്തുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു, റണ്ണിങ്ങിലാണ്, പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാമെങ്കിൽ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു വന്ന ആൾക്കാരുണ്ട്. നാലാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത്
എന്താണ് ഇതിനെക്കുറിച്ചൊന്നും അറിയാം, നമ്മളെ വീഡിയോയും ഒക്കെ കണ്ട് കുറച്ച് മനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നോളജ് ആഗ്രഹിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനുള്ള അതല്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്, അറിവിന് വേണ്ടി മാത്രമായിട്ട് വന്ന് 4 വിഭാഗക്കാരുണ്ട്. അപ്പം ആ 4 വിഭാഗക്കാരെ നമുക്ക് ഇതിനകത്ത് ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം തന്നെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പ് 10x മൈൻഡ് പവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കലും കൂടിയാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരും എന്താണ് പരസ്പരം, അതായത് ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മടുപ്പുണ്ടാവും. ഒരു പരിധി വരെ ചിന്തിക്കാൻ പറ്റും. എപ്പോഴും നമ്മളെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നമ്മളെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുണ്ടാവാം, കുടുംബത്തിനകത്തെ മറ്റു ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, നമ്മളിന്ന് പതിയെ മാറും. അതായത് ഒരു അടുപ്പത്ത് ഒരു ചൂടുവെള്ളം അല്ലെങ്കിൽ ചായ തിളപ്പിച്ച് നമ്മൾ ചൂട് കൊടുത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് ആ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും തണുക്കുന്നത്? ആ തീ ഇല്ലാത്തതുകൊണ്ടല്ലേ, തീ ഇല്ലാത്തതുകൊണ്ട് തണുക്കും. പക്ഷേ തീ ഇല്ലാത്തത് കൊണ്ടല്ല അത് തണുക്കുന്നത്. തണുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇറക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് തണുപ്പ് ഉള്ള പ്രദേശമാണ്. മനസ്സിലല്ലേ? അത് ഇറക്കി വെച്ചിരിക്കുന്ന ഭാഗം തണുപ്പുള്ള ഈ അടുപ്പിൽ ആ സ്ഥലത്തുള്ള ചൂട് അല്ല, തണുപ്പുള്ള സ്ഥലത്തേക്ക് അത് മാറ്റി വെക്കുന്നുണ്ടാണ്. ഞാനത് നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞാണ് തണുപ്പുള്ള പ്രദേശത്ത് ആ ചൂടുവെള്ളം മാറ്റി വെച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് തണുക്കാൻ കാരണമായത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇറക്കി വെക്കുന്നത് ഈ വിഷയങ്ങളായിട്ടോ നമ്മളുടെ ഐഡിയകളായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത ആൾക്കാരുടെ അടുത്തായിരിക്കും നമ്മൾ വീണ്ടും സഹകരിക്കുക. ഈ സഹകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ തണുത്തു പോകും. വീണ്ടും നമ്മൾ സ്ട്രെയിൻ എടുത്ത് വരണം, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ ഇവിടെയാണ് എല്ലാവരും എന്താണ് ഒരേ മൈൻഡ് സെറ്റായിട്ട് എന്തെങ്കിലും പ്ലാനുകൾ ചെയ്യണമെന്നും ബ്ലോക്കായിട്ടുള്ള പ്ലാനുകൾ വീണ്ടും തുടങ്ങണമെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകൾ കൂടുതൽ ഡെവലപ്പ് ആക്കണമെന്നും ഇതെല്ലാം നമുക്ക് അറിയണമെന്നും ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് നമ്മളുടേത്. അപ്പൊ അതുകൊണ്ട് വരുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ചൂടുള്ള സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള ചൂടിനേക്കാൾ ചൂട് കൂടിയ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, മുന്നോട്ട് കൂടുതൽ അവരെ ചിന്തിപ്പിക്കാനും ആയിട്ട് പറ്റും. അതായത് നമ്മൾ ഒരു ഒഴുക്കിൽ പെടുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ എന്താണ് ഈ കല്യാണ ഹാളിലൊക്കെ നമ്മൾ തിരക്കിൽ പോയി നിൽക്കില്ലേ, മുന്നിൽ ഇന്നെടുത്താൽ മതി, നമ്മളെ തള്ളി എന്ത് ചെയ്യും, ബാക്കിക്കുന്നവർ അങ്ങ് അകത്ത് കയറ്റും എന്ന് പറഞ്ഞതുപോലെ നമ്മളെന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ആണ് ഇത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം സഹായിക്കുകയും പരസ്പരം വഴികാട്ടുകയും ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ഡെവലപ്പായി വരും, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് വരും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ ഒരല്പം ചിന്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ശരി, എൻ്റെ രീതിയിൽ ഒന്ന് ചിന്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ശരിയല്ലേ?
അങ്ങനല്ല, ഇപ്പൊ നമ്മളെല്ലാവരും പരസ്പരം അല്ലേ ഇത് കണക്ട് ചെയ്ത് പോകുന്നു. ബാക്കി നമ്മളെ ഈ ഇതിലകത്ത് വരുന്നവരെല്ലാവരും കറക്റ്റായി വരുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ശ്രമത്തിന്റെ ഫലമായിട്ടാണ്. ഓക്കെ, അപ്പോ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സാമ്പത്തികപരമായ കാര്യം ഇതിനകത്ത് 10ാം ബാച്ചിന്റെ കുറച്ച് പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്നെ ഒരു സാമ്പത്തികം കരുതുന്ന കുറച്ച് പരിപാടികളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത്, അതായത് പ്രപഞ്ചം നമ്മളെ നിലനിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അതിനുവേണ്ടിയാണ് നമ്മള് പ്രപഞ്ചം നമ്മളെ നിലനിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ശരീര നിയന്ത്രണ തലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മേഖലയിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ബോധ മനസ്സിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ബോധ മനസ്സ് കരുതി അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്ത് ഒന്നും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപബോധ മനസ്സ് ഒരു ദിവസം 23,000 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ദീർഘശ്വാസം ചെയ്യുന്നുണ്ട്, കണ്ണ് ചിമ്മുന്നുണ്ട്, ഹാർട്ട് ബീറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിപ്പിക്കുന്നുണ്ട്, ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ബ്ലഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ പ്രപഞ്ചം ചെയ്ത് നമ്മളെ ഡെവലപ്പ് ആക്കാനുള്ളൊരു ശ്രമം പ്രപഞ്ചം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ അതിന് വേണ്ടുന്ന കൃതജ്ഞത എന്താണ് പ്രപഞ്ചത്തിനോടുള്ള? പ്രപഞ്ചത്തിനോടുള്ള കേട്ടില്ല. പ്രപഞ്ചത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കണം ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, ഒന്ന് അടുത്ത പറയൂ. ഓർക്കുക. 2 തിരിച്ചു കൊടുക്കണം. ഓക്കെ, തിരിച്ചു രമ ടീച്ചർ. നമുക്ക് കിട്ടിയ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, ആരോഗ്യത്തോടെ ജീവിക്കുക. ഓക്കെ, ആരോഗ്യത്തോടെ. ഓക്കെ, ഓക്കെ, ഇതെല്ലാം കൂടി ചേർന്നാണ് അതിന്റെ ആ ഒരു കൃതജ്ഞത എന്ന് പറയുന്നത്. ഇതിങ്ങനെ നിരവധി കാര്യങ്ങൾ പറയും. പക്ഷേ അതെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നിയത് എല്ലാം കൃതജ്ഞതയുടെ ഭാഗമാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ള കൃതജ്ഞത എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കൃതജ്ഞത എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം നമ്മളെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക. മനസ്സിലായോ? നമ്മൾ എത്രമാത്രം സംതൃപ്തിയിലും എത്രമാത്രം സന്തോഷത്തിലും എത്രമാത്രം ഒരുമയിലുമാണോ നമ്മൾ, അല്ലെങ്കിൽ എത്രമാത്രം വിജയത്തിന്റെ പോസിറ്റീവായിട്ടുള്ള സന്തോഷത്തിനകത്താണോ നമ്മൾ നിൽക്കുന്നത്, ആ സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പരസ്പരം നല്ല ഐക്യതയിലായിരിക്കും. ആ നല്ല ഐക്യത, അതുകൊണ്ടാണ് അതാണ് സ്നേഹം, ഈ കരുണ, ഇത്തരം കാര്യങ്ങൾ എന്നുള്ള നമ്മുടെ കോശങ്ങൾ നല്ല ഐക്യതയിലായിരിക്കും, ഒരുമിച്ച് നിൽക്കും. നമ്മളെ 23,000 തവണ ഒരു ദിവസം ശ്വാസം എടുപ്പിച്ച് നമ്മളെ നിലനിർത്തിയിരിക്കുന്ന, ഞാൻ പറയുന്ന കണക്ട് ചെയ്തോളേ, ശ്വാസം എടുത്ത് നമ്മളെ നിലനിർത്തിയിരിക്കുന്ന, നമ്മുടെ ബ്രെയിനെ റീഫ്രഷ് ചെയ്ത് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന, ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതെല്ലാ പ്രവർത്തനങ്ങളും
സുഗമമായി നടക്കണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള തയ്യാറെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മടി കൂടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക. കാരണം ആവശ്യം മുന്നിൽ നൂറുകണക്കിന് കിടക്കുകയാണ്. ആ നൂറുകണക്കിന് ആവശ്യം കിടക്കുന്നതുകൊണ്ട് ആ ആവശ്യങ്ങളെല്ലാം നമ്മളെ ബ്രെയിനിൽ വരികയും ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സ് ഈ പ്രപഞ്ചം പ്രകൃതിയാൽ നമ്മളിലേക്ക് കണക്ട് ചെയ്ത് നമ്മളെ 23,000 തവണ ശ്വാസം എടുപ്പിച്ച് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ മനസ്സിനെ മന്ദഗതിയിലേക്ക് ആക്കി ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് പ്രപഞ്ചത്തിലൂടെ നന്ദി പറയാൻ? നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? നമ്മൾ തുടങ്ങാമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നത് ചിന്ത, നിസ്സാര കാര്യമല്ല. ശരീരം പ്രകൃതിയുമായി ലയിക്കുമ്പോൾ മനസ്സ് പ്രപഞ്ചവുമായാണ് ലയിക്കുന്നത്. ആ മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു ഐഡിയാസ്, മനുഷ്യനെ നിർമ്മിച്ചപ്പോഴേ എന്താണ്, അവന്റെ ബ്രെയിനുമായിട്ട് നിർത്തിയപ്പോൾ തന്നെ അവനെ ചിന്തിക്കാനും അതിനുള്ള എല്ലാ പവറുകളും അവന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവന് ചിന്തിച്ചേ പറ്റൂ. ചിന്തിക്കുക എന്ന് പറയുന്നത് ഓരോ ജീവിയും അവന്റെ ധർമ്മങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്നതിന് പോലെ തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയോ കോർട്ടക്സ് കൊടുത്തിരിക്കുന്നത്. ചിന്തിക്കാൻ വേണ്ടിയാണ്, ചിന്തിച്ച് കിട്ടുന്ന ഐഡിയ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലതും ബ്ലോക്കാണ്, മടിയാണ്. പ്രപഞ്ചത്തിനോട് ആത്മാർത്ഥമായ സത്യസന്ധത ഉണ്ടെങ്കിൽ ബ്ലോക്കാണ്, മടിയാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്തോ സംഭവിച്ചു, ആരോ എന്തോ എന്നെ ചെയ്തു എന്നൊക്കെ ചിന്തിച്ച് പ്രപഞ്ചം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമുക്ക് തന്ന പ്ലാനുകൾ പാതി വഴിയിൽ ഒഴിവാക്കുമ്പോൾ, നമ്മൾ സ്വയം ടെൻഷൻ അടിക്കുമ്പോൾ ഈ പറയുന്ന ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആയിരിക്കുമോ, ശ്വസന വ്യവസ്ഥ കറക്റ്റ് ആയിരിക്കുമോ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കുമോ, ഒരു കാര്യവും കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ പ്രപഞ്ചത്തിലുള്ള ആദ്യത്തെ കൃതജ്ഞത എന്ന് പറയുന്നത് പ്രപഞ്ചം നമ്മളെ കൃത്യമായി ചലിപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് അതെന്ത് ചെയ്തില്ല, നമ്മൾ ചലിക്കാൻ തയ്യാറാകാത്തതാണ് പ്രപഞ്ചത്തിലൂടെ കാണിക്കുന്ന ആദ്യത്തെ എന്താണ്, കൃതജ്ഞത ഇല്ലായ്മ. പ്രപഞ്ചത്തിനോട് ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ, ഒരു സെക്കൻഡ്, പ്രപഞ്ചത്തിനോട് ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ പ്രപഞ്ചം തന്ന ഐഡിയ എന്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല? നമുക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ തലച്ചോറുകൾ പ്ലാനുകൾ ഉണ്ടായിരുന്നിട്ടും നമ്മൾ അത് മടി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട്, മറ്റെന്തെങ്കിലും സമയത്തിനെ വേറിട്ട രീതിയിലേക്ക് നമ്മൾ വഴിതിരിച്ചു വിട്ടിട്ട്, സമയം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നിരിക്കുന്നു, ആ സമയത്തെ പോലും നമ്മൾ തന്ത്രപൂർവം വഴിതിരിച്ചു വിട്ടിട്ട് പ്രപഞ്ചത്തിനോട് എന്ത് കൃതജ്ഞത പറയാനാണ്? എന്ത് കൃതജ്ഞത പറയാനാണ്? നമ്മളൊരു പ്രവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ തീരുമാനിക്കരുത്, തീരുമാനിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും കൃത്യമായിരിക്കില്ല. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ടെൻഷനാവും. നമ്മളുടെ തീരുമാനം ഒരു സൈഡിൽ നിന്നുകൊണ്ട് നമ്മളെ പിറകി ഓരോ പ്രവർത്തനത്തിനകത്തും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്ന കണക്ട് ആവുന്നുണ്ടോ? ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ആകുമ്പോഴത്തേക്ക് ആശയവിനിമയം ചെയ്യണം.
ആശയ രൂപീകരണം നടത്തണം. ആശയ രൂപീകരണം നടത്തണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തോട് ഏറ്റവും കൂടുതൽ അടുക്കാനാണ്. അപ്പൊ ആ ആശയ രൂപീകരണം നടത്തണം എന്ന് പറയുമ്പോൾ അതില് ജീവിതത്തിൽ ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ഒരു പക്ഷേ ഒരു ഗ്രൂപ്പിനകത്ത് പോയി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് മടിയുണ്ടാവും. ഇതൊക്കെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണെന്നേ. ഇറങ്ങി പ്രവർത്തിച്ചാലേ ക്ലിയർ ആവൂ എന്ന് നമ്മൾ കാലങ്ങളായിട്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ് അത് കാലങ്ങളായിട്ട് എത്രയോ കാലത്തെ ഇതുണ്ട് മനുഷ്യന്. കാരണം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാതിരിക്കുന്ന കാര്യത്തോട് നമുക്ക് എന്ത് ചെയ്യും? ഒരു സഭാകമ്പം ഉണ്ടാവും, അപകർഷത ഉണ്ടാവും. പക്ഷെ അത് തുടങ്ങി ഇറങ്ങി പ്രവർത്തിച്ചാലേ മാറൂ. ഇറങ്ങി മാറുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. മാറുമ്പോൾ കിട്ടുന്ന നമ്മളെ മനസ്സിൽ, അതായത് നമ്മളിപ്പോ കൃത്യമായും നമ്മുടെ ഇതിനകത്ത് ഞാൻ ആശയവിനിമയത്തെ കാര്യത്തില്ല, ഏത് പ്രവർത്തനത്തിന്റെയും കാര്യമാണ് ഞാൻ ആശയവിനിമയം സൂചിപ്പിക്കുന്നേ ഉള്ളൂ, ആശയ രൂപീകരണം സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ആശയ രൂപീകരണം അത് നമ്മൾ എന്താണോ ഒരു പ്ലാൻ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ച സാധനം കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കലാണ് പ്രപഞ്ചം നമുക്ക് വേണ്ടി പണിയെടുത്തതിന് പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കുന്ന നന്ദി. ഇത്രയും നമ്മൾ മടിയന്മാരായാലും നമ്മളൊന്നും ചെയ്യാതിരുന്നാലും ഇത്രയും പ്രവർത്തനം പ്രപഞ്ചം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്തിനേ നമ്മൾ സന്തോഷിക്കാത്തെന്ന് പ്രപഞ്ചത്തിന് വിഷമം വരില്ലേ? നമ്മളെ മക്കൾക്ക് നമ്മള് അവരെ കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴത്തേക്ക് അവരിന്ന് സന്തോഷത്തോടെ ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ തിരിച്ച് നമുക്കൊന്നും തരണ്ട. എന്നിട്ടും സന്തോഷം ഇല്ലാതെ, ഒരു വിജയവും ഇല്ലാതെ, ഒന്നും ജീവിതത്തിൽ ഇല്ലാത്ത തളർച്ചയായിട്ട് അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാലം കിടന്ന് മക്കൾക്ക് അധ്വാനിച്ചിട്ട് എന്ത് കിട്ടാൻ? ഈ പ്രോസസ്സ് തന്നെ നമ്മളെ രക്ഷകർത്താക്കളിലേക്ക് നോക്കൂ, പ്രപഞ്ചം എന്ന രക്ഷകർത്താക്കളിലേക്ക് നോക്കൂ. ഇത് നിസ്സാരമല്ല. നമുക്ക് കിട്ടിയിട്ടുള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുന്നു, അതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ സന്തോഷം അനുഭവിച്ച് കാണുന്നതാണ് പ്രപഞ്ചത്തിന് ഏറ്റവും ആവശ്യം. സന്തോഷത്തോടെ അത് നമുക്ക് പുതിയ ലക്ഷ്യങ്ങളും പുതിയ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എന്തായാലും ഇതിലേക്ക് വന്നവരെല്ലാം എന്തെങ്കിലും പ്ലാനുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇന്നത്തെ ഈ നമ്മളുടെ 10x മൈൻഡ് പവറിന്റെ ഇന്നത്തെ യൂണിവേഴ്സൽ ബാങ്കിൽ ഇന്ന് തീരുമാനിക്കേണ്ടത്, പ്രപഞ്ചത്തിനോട് തീരുമാനിക്കേണ്ടത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കോണം. നിർത്തിവെച്ചവർ അത് ആ ഒരു ഇത് തന്നെ പുതിയതിട്ട് തുടങ്ങുക, പുതിയ ഐഡിയയിൽ തുടങ്ങുക, രൂപാന്തര മാറ്റം വരുത്താണെങ്കിൽ വരുത്തുക, അത് പിന്നീട് വന്നോളും. എഴുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിന് പോകുന്നവരോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരോ എന്താണോ ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നത് അത് അവിടെ നിന്ന് തുടങ്ങുക. കാരണം ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്ന എല്ലാവരും മാനസികപരമായി വിഷമിക്കുന്നുണ്ട്. നമ്മൾ ഒഴിവാക്കിയത്, നമ്മൾ വെറുതെ ഒഴിവാക്കി കളഞ്ഞ കാര്യം എണ്ണങ്ങൾ കൂടുന്തോറും ജീവിതത്തിൽ പിന്നെ ഒരു തീരുമാനം എടുക്കാൻ തലച്ചോറ് സമ്മതിക്കില്ല. എടുക്കാൻ തുടങ്ങുമ്പോഴേ പറയും വേണ്ടെന്നോ. പിന്നെ 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 ആരെങ്കിലും നമ്മുടെ മുന്നിൽ നിന്നൊരു ഐഡിയ പറഞ്ഞാലും നമ്മൾ കേൾക്കാനേ നിൽക്കില്ല. ഇതാണ് പ്രപഞ്ചം നമുക്ക് തിരിച്ചു തരുന്ന പണി. എന്ത് ചെയ്യും? നമ്മളുടെ മെന്റൽ അതായത് സ്വീകരിക്കാനുള്ള പുതിയ ഐഡിയാസുകൾ സ്വീകരിക്കാനുള്ള മനോഭാവം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് വരും. കാരണം നീ ചുമ്മാ പ്ലാൻ എടുക്കുന്നു, ഇന്നൊരു പ്ലാൻ എടുക്കുന്നു, നാളെ ഒരു പ്ലാൻ എടുക്കുന്നു, മറ്റൊന്നൊരു പ്ലാൻ എടുക്കുന്നു, നീ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ഇനി നിന്റെ ശ്രദ്ധയിലെ പ്ലാനുകൾ വേണ്ട. പ്ലാനുകൾ കേൾക്കുമ്പോൾ പിന്നെ തലവനാവും നമുക്ക്. ആണോ അല്ലേ? ഞാൻ എന്റെ വെറുതെ പറയണോ? നിങ്ങളെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ട് സംഭവിക്കും. നമ്മളത് ഉറപ്പായിട്ടും അത് പ്രപഞ്ചം അങ്ങനെ കട്ട് ചെയ്ത് കളയും. നമുക്ക് പുതിയ പ്ലാനുകളൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ധൈര്യമായിട്ട് എൻ്റെ മുമ്പ് വന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാം. കാരണം
നിങ്ങളിൽ ഏറ്റവും എഡ്യൂക്കേഷനായിട്ടോ ലോകപരിചയമായിട്ടോ എല്ലാത്തിൻ്റെയും പിന്നിലിരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ പിറകിലേക്ക് ഒന്ന് എന്താണ് ഇറങ്ങിയാൽ ഞാൻ എന്നെ കൊണ്ട് കഴിയൂ എന്നൊന്നും ചിന്തിക്കേണ്ട. ധൈര്യമായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്തോളണേ കേട്ടോ. സംസാരിച്ച് കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ട് ചെയ്തോളണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ചാടി ഇറങ്ങി ആശയവിനിമയം ചെയ്യാനുള്ള ആശയവിനിമയം ചെയ്യാം. ഇന്നിപ്പോൾ ഒന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഇന്നലെ ഒഴിവാക്കി വെച്ച എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും തുടങ്ങിക്കൊണ്ട് പ്രപഞ്ചത്തിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. മനസ്സിലായില്ലേ? സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നേരത്തെ ഓരോരുത്തരും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പുതിയ ഐഡിയാസുകൾ കൂടി അതിനകത്ത് അപ്ലൈ ചെയ്യുക. നേരത്തെ എവിടെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സമയത്തിനകത്ത് അത് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഓക്കെ, ആ മൈക്ക് ഒന്ന് ജാൻസി ടീച്ചറെ, ജാൻസി ഇല്ലേ ടീച്ചറെ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാന്നേ. നമുക്ക് ഒരുമിച്ച് ഇവിടെ എന്താണ് ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രപഞ്ചം എത്രമാത്രം സന്തോഷിക്കും. കാരണം ഇത്രയും പണി നമുക്ക് വേണ്ടി എടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ഇതിനൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല. പ്രപഞ്ചം നമുക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയെ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ അതിനൊക്കെ, അതായത് ഒരു അല്പം പേടിയും ദേഷ്യവും വാശിയും ഒക്കെ തന്നെ നമ്മളെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലാതെ ആവശ്യമില്ലാത്തതിന് വേണ്ടി അല്ല വെക്കാവുള്ളൂ. അതുകൊണ്ട് വെക്കണം, അങ്ങനെ വെച്ചുകൊണ്ട് തുടങ്ങണം. ഇപ്പൊ എനിക്ക് ഇപ്പൊ പലരും ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഉണ്ട്, ഇതിൽ തന്നെ ഉള്ള എൻ്റെ 3-4 പേര് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യില്ല, ആശയവിനിമയം ചെയ്യാൻ ആശയരൂപീകരണത്തിന് പറ്റുന്നില്ല, ചെറിയ അറപ്പുണ്ട്, എനിക്ക് അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല എന്ന് പറയണം. അതിനെന്തെങ്കിലും മറ്റ് ടിപ്പ് വല്ലതും ഉണ്ടാവെന്ന് ചോദിക്കുകയാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ്, ഇതാകുമ്പോ എന്ത് ചെയ്താൽ മതി, ഒന്നാമത് പ്രവർത്തിക്കാൻ വയ്യാതിരിക്കുകയാണ്. ഇതാകുമ്പോ ചാടി ഇറങ്ങി അങ്ങോട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ഈ ഗ്രൂപ്പില് വലിയവനും ചെറിയവനും ആരും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. നമ്മൾ ആ മൈൻഡ് സെറ്റായി, മനസ്സിലല്ലേ? പരുന്തും തുമ്പി എല്ലാം ഒരേപോലെ പറക്കണ ഒരിടമാണിത്. അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. ഇനി അതിറങ്ങാതെ അതിന് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേറെ ടിപ്പ് പറയുമ്പോൾ എന്ത് ചെയ്യണം, വേറെ ടിപ്പ് ഇതിനേക്കാൾ പാടുള്ള ടിപ്പാ വേറെ കൊടുക്കാൻ പോകണം ഇനി ഇതിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ആ പണിയും ചെയ്യണം, പിന്നെ ഇതിൽ ഇറങ്ങാൻ വേണം. 2 പണി കിട്ടും. അതിനേക്കാൾ നല്ല നേരിട്ട് ഇതിലങ്ങ് ഇറങ്ങണല്ലേ നല്ലത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിൽ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യുക, അത് പുതുതായിട്ട് ചെയ്ത് അത് പുതിയ അനുഭവങ്ങൾ കിട്ടണം. ഒരിക്കൽ വിജയിച്ച സുഖം അതിൽ ആവർത്തിച്ച് വിജയിച്ചാൽ കിട്ടില്ല. ആ ഫസ്റ്റ് സുഖത്തിനൊരു ഒരു വിജയത്തിന് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിനൊരു സുഖമുണ്ട്. 2ാമത് 3ാമത് നോക്കാകുമ്പോ പിന്നെ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ചിരി 2 ചിരി ബമ്പർ ചിരി, ഞാൻ കോമഡിയൊക്കെ കാണുന്ന ആളാണ്. എനിക്ക് ഒരു ചിരി ഞാൻ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ്. അതിൽ ആദ്യമൊക്കെ ബമ്പർ അടിക്കുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി സ്ഥിരമായി ബമ്പർ അടിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം എന്തിനാണ്, വെറുതെ ക്യാമറ ബോധ്യപ്പെടുത്താൻ വേണ്ടി 2 പേരുടെ എന്ത് ചെയ്യും, വെറുതെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ ഓരോ വിഷയത്തിന്റെയും പുതിയ ആദ്യത്തെ വിജയത്തിന് തലച്ചോറിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ആസ്വദിക്കാൻ കൂടെ നമുക്ക് പറ്റണ്ടേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട്. അവിടെ നമ്മൾ അത്തരം ഒരു വലിയൊരു സുഖം പ്രപഞ്ചം പറയണടാ, അതാ ഇങ്ങനൊരു സുഖമുണ്ട്, നീ ഇതാ അനുഭവിച്ചോ എന്ന് പറയണം. അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെന്ന് വെച്ചാൽ
സ്വന്തമായി ഇറങ്ങി പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, എല്ലാവരും ധൈര്യമായി ഇതിലേക്ക് ഇറങ്ങി വരിക, ആശയരൂപീകരണം നടത്തുക. ആ കിട്ടുന്ന വിഷയത്തെ ആശയരൂപീകരണം നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാക്കും ഫ്രോണ്ടൽ ലോബ് ഓപ്പൺ ആവും. അതിനോടൊപ്പം നാക്ക് നമ്മളുടെ ശരീര നിയന്ത്രണ തലവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ നമ്മൾ പറയുന്ന കാര്യത്തെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യത്തെ കറക്റ്റ് ചെയ്ത് പറയണമെന്ന് നമ്മൾ പഠിക്കും. അതിനോടൊപ്പം ഇതിൻ്റെ യഥാർത്ഥ ആശയം കൂടി മനസ്സിലാക്കും. അതിനോടൊപ്പം നിങ്ങൾ ഇന്നു മുതൽ ആരും ഇതിനകത്ത് ഇപ്പോൾ ഈ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് തുടങ്ങിയിരിക്കണം. പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് വിശ്വാസമാണ്. അല്ല വെറുതെ നന്ദി പ്രപഞ്ചത്തിന് എന്തിന്? നമുക്കൊരു വിജയം കിട്ടാതെ പ്രപഞ്ചത്തിന് എന്ത് നന്ദി? പ്രപഞ്ചം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളിൽ നിന്ന്? ഒരു റിസൾട്ടും ഇല്ലാത്തവന്റെ നന്ദി എന്തിന്? എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് നന്ദി പറയുന്നതായിരിക്കും ചിലപ്പോൾ പ്രപഞ്ചം പറയുന്നത്. നന്ദിയൊക്കെ ഞാൻ കേട്ടോളാം, എനിക്ക് നന്ദിയൊക്കെ വേണം. നീ എന്തെങ്കിലും ചെയ്ത് വിജയിച്ചിട്ടൊക്കെ വന്ന് നന്ദി പറയും. നീ വിജയിച്ചിട്ട് സന്തോഷിച്ചാൽ മതി. അത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ സന്തോഷം. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നേ. അപ്പോ ഒരു കാരണവശാലും ഇതിനകത്ത് ബ്ലോക്ക്, ഭയം, നെഗറ്റീവ്, പോസിറ്റീവ് ഇങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കരുത്. അങ്ങ് തുടങ്ങിക്കൊള്ളണം. ശരീര നിയന്ത്രണ തലത്തിൽ അങ്ങ് ചെയ്യിച്ചോളണം. ബ്ലോക്കാ നടക്കട്ടെ, പോസിറ്റീവാ നടക്കട്ടെ, നെഗറ്റീവാ നടക്കട്ടെ, ഇതെല്ലാം വരും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരുടെ ദുഃഖമോ മറ്റുള്ളവരുടെ അവസ്ഥയോ മറ്റുള്ളവരുടെ കഷ്ടപ്പാടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഊർജവും പോസിറ്റീവും ഒക്കെ അങ്ങ് പോകും എന്നൊക്കെ പറയുന്നത് ശക്തനായ ഒരു മെന്റൽ പവർ ഉള്ള ഒരാളിന് ചേർന്നല്ല. ഒരു ഫിസിക്കലി പവറുള്ള ആൾ എന്താ ചെയ്യുന്നത്? കൂടുതൽ വെയിറ്റുകൾ എടുത്ത്, മനസ്സിലല്ലേ, കൂടുതൽ പുഷപ്പ് അടിച്ച് അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടിയ വെയിറ്റുകൾ എടുത്ത് എത്ര വെയിറ്റും പ്രശ്നമില്ലാതിരിക്കുന്നവനാണ് ഫിസിക്കലി ഡെവലപ്പ് ആവുന്നതെങ്കിൽ മെന്റലി ഡെവലപ്പ് ആവുന്നത് എന്തായിരിക്കും? അതേപോലുള്ള വെയിറ്റുകൾ ചുമക്കുന്നവനായിരിക്കും. അതേപോലത്തെ വലിയ വേദനകൾ കൈകാര്യം ചെയ്യുന്നവനായിരിക്കും. വലിയ പ്രോബ്ലംസുകൾ കൈകാര്യം ചെയ്യുന്നവനായിരിക്കും. വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവനായിരിക്കും മെന്റൽ പവർ ഉള്ളവൻ. അല്ലാതെ എന്താണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് കേട്ടാൽ എൻ്റെ എനർജിയൊക്കെ അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ മെന്റലി അവൻ എന്ത് ചെയ്യണം? പവർ ഇല്ലെന്നാണ് അർത്ഥം. അതല്ല നമുക്ക് വേണ്ടത്. മറ്റുള്ളവന്റെ ദുഃഖങ്ങളും കാര്യങ്ങളും കേൾക്കാനും അവനെ ക്ലിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ 10x മൈൻഡ് പവർ ടീച്ചർമാരും മാഷുമാരുമായിട്ട് പുനർജനിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കാൻ ചെയ്യണം. മറ്റുള്ളവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്നുണ്ട്, എന്താണ്, പുതിയ ബാച്ചുകാർക്ക് അറിയില്ലെങ്കിലും പഴയ ബാച്ചുകാർക്ക് അറിയാം. ഇതിലിരിക്കുന്ന ആർക്കും ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാനോ ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാനോ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അത് എൻ്റെ കുറ്റമാണ്, നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് എൻ്റെ കുറ്റമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. വളരെ വലിയ രീതിയിലുള്ള, അതായത് ടീച്ചർമാരും മാഷുമാരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ബ്രെയിനിന്റെ തൊട്ട് ഇങ്ങോട്ട് പഠിച്ച കാര്യങ്ങളൊന്നും ആത്മീയ പഠനങ്ങളോ അല്ലെങ്കിൽ സിക്സ്ത് സെൻസുമായിട്ട് ബന്ധപ്പെട്ടോ അതീന്ദ്രിയ മനഃശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കാര്യം നമ്മളിവിടെ പഠിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള. എന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലേക്ക് ആ വഴിതിരിച്ചു വിട്ട് അതിനെ പഠിപ്പിക്കാതിരുന്ന അധ്യാപകര്? എങ്കിൽ എവിടെ എത്തുമായിരുന്നു നമ്മൾ? ഏറ്റവും ഉയരമുള്ള മരങ്ങളിൽ വലിഞ്ഞു കയറാൻ കുട്ടിക്കാലത്ത് ഏത് കുട്ടികൾക്കും ധൈര്യമുണ്ട്. ഏറ്റവും വലിയ കുഴികളിൽ ഇറങ്ങാനുള്ള ധൈര്യം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ടീച്ചറിന്റെ മുമ്പിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ പോയിരിക്കാൻ പേടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സിസ്റ്റം അധ്യാപകർ ടീച്ചർമാർ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അധ്യാപകരാണ്, നമ്മൾ ടീച്ചർമാരാണ്, നമ്മൾ മാഷുമാരാണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ മൈൻഡ് പവർ തന്നെ ഉണ്ടാവണം. അല്ലാതെ
നമുക്ക് ഏതെങ്കിലും ചെറിയ ദുഃഖങ്ങൾ കേട്ടാൽ, മറ്റുള്ളൊരു അവസ്ഥകൾ കേട്ടാൽ നമ്മൾ തളർന്നു പോകുമെങ്കിൽ നമ്മൾ ഈ ഫിസിക്കലി കാര്യം പറഞ്ഞതുപോലെ മെന്റലി പവറുള്ള ആളാണോ അല്ലേ? ബോറൊന്നുണ്ടാ ഞാൻ പറഞ്ഞു. ഇവന്റെ അടുത്ത് പോയിരുന്ന് ഇവന് പൈസയും കൊടുത്തിട്ട് ഇവന്റെ വഴക്കും മൊത്തം കേട്ടോണ്ട് അങ്ങനെയാണ്. തലച്ചോറിനും മനസ്സിനും ഉണ്ടല്ലോ എന്താണ് ചുട്ട പണി കൊടുക്കാത്തതാണ്. നമ്മൾ ബാക്കിയുള്ളവരടുത്തൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ നമ്മളെ എതിർക്കുന്ന, നമ്മളെ വളരാൻ സമ്മതിക്കാത്ത, നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നവരടുത്തൊക്കെ ചുട്ട മറുപടി നമ്മൾ കൊടുക്കും. നമ്മളുടെ മനസ്സിന്റെ ഒരു ഭാഗം നമ്മളടുത്ത് നമ്മളെ ബ്ലോക്ക് ചെയ്ത് ഒതുക്കി വെച്ചിട്ട് അവനോട് ചുട്ട മറുപടി കൊടുക്കില്ല. നമ്മളെ മനസ്സിനോട് വൈരാഗ്യം കാണിക്കില്ല. എന്ത് ചെയ്യും, അത് എൻ്റെ മനസ്സിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അവ ഒന്ന് കണ്ട മറ്റൊന്നിന് തലതാത്തങ്ങ് പോകും. ആ പരിപാടി വേണ്ട. നമ്മളെ മനസ്സിനോടും അതേപോലെ തന്നെ കൊടുക്കണം. കൊടുത്തിട്ട് പറയണം, ഇറങ്ങി ചെയ്യടാന്ന് പറയണം. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ പറയണം. നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ രക്ഷകർത്താക്കള് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ നമ്മളെ രക്ഷകർത്താക്കളൊക്കെ പറഞ്ഞ പോലെയാണോ നമ്മൾ കൃത്യമായി അനുസരിച്ചാണോ ജീവിച്ചേ? ഇപ്പൊ നമ്മളെ മക്കളാ അതിനേക്കാൾ കൂടുതലല്ലേ? അപ്പൊ നമ്മളുടെ ഒരു ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും പോയതുപോലെ ഇപ്പോ നമ്മളുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ പ്ലാനിനനുസരിച്ച് മനസ്സിനെ കൊണ്ടുവരണം. ഒരു ചെറിയൊരു കാര്യം ഇവിടെ പറയാം. നേരത്തെ പറഞ്ഞിട്ടുള്ള കേസുകളല്ല, ഞാൻ ആവർത്തിച്ചുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിക്കാം. നമ്മളൊരു സ്ഥലത്ത് യാത്ര ചെയ്യണേ. ആ യാത്ര ചെയ്യുന്നതിൽ ആദ്യമായിട്ടാണ് പോകുന്നത്, ആദ്യമായിട്ട് പോകണം. ഇപ്പൊ നടന്നു പോകണമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് വളരെ ദൂരം നടന്നു പോയതുപോലെ തോന്നും. പക്ഷെ തിരിച്ചു വരുമ്പോ നമുക്ക് പെട്ടെന്ന് എത്തിയ പോലെ വരും. ആദ്യമായിട്ട് പോകുന്ന വഴി ഒരുപാട് ദൂരം ഉള്ളതുപോലെ തോന്നും. തിരിച്ച് നമ്മൾ വരുമ്പോ വളരെ പെട്ടെന്ന് അങ്ങ് എത്തി, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വളരെ വലിയ ദൂരം വരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും പോണ സ്ഥലവും ഈ യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളെ കുറിച്ചും ഓൾറെഡി നമ്മളുടെ ബോധത്തിന് അറിയില്ല. ബോധത്തിന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ നമ്മുടെ മനസ്സെന്ത് ചെയ്യും, മനസ്സ് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പരതി ആ വളവിലായിരിക്കും, ഈ വളവിലായിരിക്കും, ഇങ്ങനെ പരതിയാ സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുമ്പോൾ അത്രയും ദൂരം ഫീൽ ചെയ്യും. പക്ഷെ തിരിച്ചു വരുമ്പോ അപ്പൊ ആദ്യം ആരാ പോണേ? മനസ്സാ പോണേ. ആ വളവായിരിക്കും, ഈ വളവ്. മുന്നേ ആര് പോവും? മനസ്സാണ് പോകുന്നത്. ബാക്കിന്നാ നമ്മുടെ ബോധം പോണത്. അപ്പുറത്തെ വളവിലായിരിക്കും എന്നൊക്കെ നമ്മൾ വരും. തിരിച്ചു വരുമ്പോ നമുക്ക് അറിയാവുന്ന വഴിയാ, ആ സ്ഥലവും അറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ബോധം ആദ്യം വരികയും പിറകിൽ നിന്ന് മനസ്സ് വരികയും ചെയ്യും. അതുകൊണ്ടാണ് സ്പീഡ്, ദൂരം കുറവായിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ബോധം എന്ന് പറഞ്ഞാല് അറിവ്, മനസ്സിലല്ലേ? അതായത് ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു വരുമ്പോ ഈ വളവ് കഴിഞ്ഞാൽ, രണ്ടാമത്തെ വളവ് കഴിഞ്ഞാൽ നമ്മൾ ബസ് കാത്ത് നിൽക്കാനുള്ള സ്ഥലം എത്തി അല്ലെ എന്നുള്ളൊരു ഒരു ധാരണ ഉണ്ടല്ലോ തലച്ചോറിന്. പിടികിട്ടിയോ? ബോധമെന്ന് വണ്ടി ഓടിക്കുമ്പോ തോന്നുന്ന ആ ഒരു ടെൻഷനും പിന്നെ വണ്ടി ഓടിക്കുമ്പോ അതെ അത് തന്നെ മനസ്സിലായോ? അപ്പൊ അതുപോലെയാണ് ഇവിടെ നമ്മൾ ഇന്ന് ഓരോരുത്തരും മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, മനസ്സ് പറയുമ്പോ, മനസ്സ് മടുപ്പ് തോന്നുമ്പോ മിണ്ടാതിരിക്കുന്നു, മനസ്സെന്തെങ്കിലും പറയാൻ തോന്നുമ്പോ ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിന്റെ പിറകെ പോയാൽ ജീവിതം ഒരുപാട് ദൂരവും സമയവും എടുക്കും. പക്ഷെ ബോധത്തിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? മനസ്സിനെ കൊണ്ടുവരേണ്ടത്. എനിക്കിത് തുടങ്ങണം എന്ന് പറയുമ്പോൾ മനസ്സ് ചെയ്യാടേ എന്ന് പറയണം. മനസ്സിലായ? എന്താ ഞാൻ ചെയ്യാന്ന് മനസ്സ് പറയണം.
പിടിയില്ല. നമ്മളെപ്പോഴും മനസ്സ് പറയുന്നത് മാത്രം കേൾക്കാനാണ് നിൽക്കുന്നത്. ബോധം മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ഇതെല്ലാം ഉണ്ട്. ഈ കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബോധമാണ്. എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ പോലും, ഒരു മെഡിറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ പോലും എൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ട് ആണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് സംസാരിക്കാം. ഓക്കെ, ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. ജയശ്രീ ടീച്ചറെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താൽ ചിലപ്പോൾ എക്കോ വരും. അത് ആർക്കൊക്കെയാണ് വരുന്നതെന്ന് അറിയത്തില്ല, അവർ കേൾക്കത്തില്ല. ചില സമയത്ത് എനിക്ക് വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മളുടെ ആഗ്രഹം, ഒരു കാര്യം ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ തുടങ്ങിയാലോ അങ്ങനെയൊക്കെ നമുക്ക് പ്ലാനുകളെല്ലാം തന്നെ നമ്മുടെ ബോധത്തിലുള്ളതാണ്. അപ്പൊ ബോധത്തിന് വേണ്ടി മനസ്സിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ബോധത്തിന് വേണ്ടി മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാണോ? അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് പുതിയ പ്ലാനുകൾ, കട്ടായി കിടക്കുന്ന എല്ലാ സാധനത്തിനും എന്ത് ചെയ്യുക, നേരത്തെ ഒരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കുക. നമ്മൾ ഇന്നലെ വരെ ചെയ്തിട്ടുള്ളതോ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാം ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കിയ ശേഷം ഏറ്റവും ഇപ്പോൾ സാധ്യതയായിട്ടുള്ള കാര്യങ്ങളെ അടിവരയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ? നമുക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മെന്റലി എന്ത് പവറും ആരോഗ്യം ഉണ്ടാവും എന്നറിയാമോ? നമ്മൾ നിർത്തി വെച്ച എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കുട്ടിക്കാലം പോലുള്ള കാര്യങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വെറുതെ ഡെവലപ്പ് ആക്കാൻ വേണ്ടി മാത്രമല്ല, ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി. കുട്ടിക്കാലത്ത് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, പാട്ട് പാടാനുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ ടീനേജ് ഒക്കെ കഴിഞ്ഞ് പാടിയിട്ടില്ല. എന്നാൽ വെറുതെ ഒരു പാട്ടങ്ങ് പാടുക. വെറുതെ കുട്ടിക്കാലത്ത് ആ മനസ്സൊന്നുകൂടെ സന്തോഷിക്കട്ടെ ഈ യൗവനത്തിലും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ യൂണിവേഴ്സൽ ബാങ്കില് അസറ്റുകൾ, നമ്മളുടെ സ്വത്തുകള്, സംതൃപ്തികള്, മനസ്സിലല്ലേ, സമൃദ്ധി പെരുകട്ടെ. അപ്പോഴും നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പവർ ഉണ്ടെന്നേ. ഇത് നമ്മളുടെ മടിയും നമ്മളുടെ പിന്നീടത്തേക്ക് മാറ്റിവെക്കലും പല തരത്തിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുകയല്ലേ സത്യത്തിൽ, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇത്തരം കോഴ്സുകളിൽ ചേരുകയോ ഇതിനുള്ള വീഡിയോകൾ കാണുകയോ മോട്ടിവേഷൻ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന അതിനുവേണ്ടിയല്ലേ? അതിനുവേണ്ടിയാണ്. ഓൾറെഡി നമുക്ക് അതിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല. ഇതിപ്പോ ഇവിടെയും കിട്ടിയൊരു അവസരം ഇതാണ്. ഇത് എനിക്കും തരാൻ പറ്റുന്ന ഒരു അവസരം ഈ കോഴ്സിൽ വരുമ്പോ. അല്ല, എനിക്കും തരാനുള്ള, മനസ്സിലല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ തുടങ്ങിയിരിക്കുന്ന പരിപാടികൾ തുടങ്ങുക. ഇതാണ് പ്രപഞ്ചത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ സന്തോഷവാനായിരിക്കുക. കാരണം നമ്മളെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്നെല്ലാം കഴപ്പായി, മൈൻഡ് ഹാങ്ങായി, നമ്മളെ ശ്വസനത്തിന് വ്യത്യാസം വന്ന് നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്ക് എത്രമാത്രം എനർജി ആയിരിക്കും നമ്മളെ ശരീരത്തുണ്ടാവുക. പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ഉണ്ടാവുന്ന നമ്മൾ ഓറ എന്ന് പറയുന്നതും ഊർജം എന്ന് പറയുന്നതും എനർജി എന്ന് പറയുന്നതും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയല്ലേ. നമുക്ക് വിജയങ്ങൾ, നമ്മളെ ലക്ഷ്യങ്ങൾ നിറവേറുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതും കൂടെ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നന്ദി എന്ന വാക്കുകൾ കൊണ്ടോ അല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ നന്ദി കാണിക്കുക എന്ന് പറയുന്നത് നമുക്കിതിൽ കിട്ടിയ ഒരു സംതൃപ്തി തന്നെയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 4 മാസം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓക്കെ. ഓക്കെ ഓക്കെ പല കാര്യങ്ങള് തുടങ്ങിയിട്ടേ ആ കുറെ പല
അങ്ങനത്തെ ഐഡിയാസ് ഉണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങി ഇടയ്ക്ക് വെച്ചിട്ട് നമ്മള് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലെത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുക, ഏതിലാ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ വരാണെങ്കിൽ? ആ സിറ്റുവേഷൻ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോ രണ്ട് സിറ്റുവേഷൻ നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ ഇത് തുടങ്ങാന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വലിയ പ്ലാനുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് പ്രാഗൽഭ്യം തെളിയിച്ചവരെ നിങ്ങൾ മെന്ററായി കാണണം, മെന്ററായിട്ട് എടുക്കണം. മനസ്സിലായല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഈ രണ്ട് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുമായിട്ട് മീറ്റ് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം. പിടിയിട്ടില്ലേ? അതായത് നിങ്ങൾ ഏത് പ്രൊഫഷനിലാണോ ചെയ്യുന്നത് അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെന്ത് ചെയ്യുക, മെന്ററായിട്ട് കാണണം, മെന്ററായിട്ട് എടുക്കണം, അവരുമായിട്ട് സ്വാധീനിച്ചിരിക്കണം, അവരുമായിട്ട് സഹകരിച്ചിരിക്കണം മുന്നോട്ട് പോകണമെങ്കിൽ. മുകളിൽ നിൽക്കുന്ന ആളിനെ നമ്മളെ വലിച്ചു കയറ്റാൻ പറ്റൂ. അപ്പൊ അതിന്റെ ആ രണ്ട് കാര്യങ്ങളുടെ വന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ സ്വയം കാണാൻ നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പെട്ടുപോണം. അപ്പോഴെന്ത് ചെയ്യാം, അത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് പിന്നെ മൈൻഡ് മാപ്പില് അതിന്റെ കുറെ സാധ്യതകളായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്, അത് പറയും. പിന്നെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, അതായത് ഒരു നല്ലതും ഒരു മോശപ്പെട്ടതാണെങ്കിൽ നമുക്ക് നല്ലത് അങ്ങ് എടുക്കാം. രണ്ട് നല്ലത് വരും, അതിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് അടിക്കും മനുഷ്യന്. മനസ്സിലായില്ലേ? അത്തരം സിറ്റുവേഷനിൽ അതിനെ മൈൻഡ് മാപ്പിട്ട് തിരിക്കാൻ പറ്റും. രണ്ടിന്റെയും വിജയ സാധ്യത, മനസ്സിലായില്ലേ, രണ്ടിന്റെയും പരാജയ സാധ്യത, ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന ഉപയോഗമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് രണ്ടിനും അങ്ങനെ അടിക്കുമ്പോൾ അതിന്റെ എണ്ണം നോക്കുമ്പോൾ, അതിന്റെ ഇതളുകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മൈൻഡ് മാപ്പിൽ അങ്ങനെ ഒരു മൈൻഡ് മാപ്പ് ഇപ്പോൾ ആ ബുക്ക് എൻ്റെ PDF ഫയലെ കിട്ടിയില്ല, അത് നോക്കിയാൽ മതി, അതിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ നമ്മൾ ഇതിനകത്ത് പിന്നീട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ട് രണ്ടും കളയരുത്. ഏതെങ്കിലും ഒന്ന് അപ്പോഴും നമുക്ക് നല്ലത് തോന്നണം എടുത്തോളണം. മനസ്സിലായില്ലേ? ഇത് രണ്ടും കൺഫ്യൂഷൻ ആവും, രണ്ടും വെച്ചിട്ട് ഒന്നങ്ങ് എടുത്തോളണം. പിന്നീട് നമ്മൾ പെൻഡിങ്ങിലേ വെക്കാവൂ, ഉപേക്ഷിക്കരുത് പലതും. അവിടെ സൈഡ് ഒതുക്കിയിരിക്കണം. കാരണം അതൊക്കെ പിന്നീട് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. പിന്നീട് ചിലപ്പോൾ ഇതുമായി കണക്ട് ചെയ്യുന്നതായിരിക്കും, ഇതുമായിട്ട് സാധ്യത ഉണ്ടാവും എങ്കിൽ ഇതും കൂടെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ഇനി അരമണിക്കൂറൂടെ ഉണ്ട്. വളരെ സന്തോഷം, 1 മണിക്കൂർ കഴിഞ്ഞോണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് എല്ലാവരും തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം, ഈ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരോരുത്തർ കമന്റ് ആശയ രൂപീകരണമൊക്കെ നടത്തുന്നത് കേട്ടിട്ട് കുറേയൊക്കെ അങ്ങ് അപ്പോഴപ്പോൾ ഡിലീറ്റ് ചെയ്ത് അങ്ങ് ആ സമയത്ത് തന്നെ കളയണം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് കൂടുതലാവുമ്പോൾ സെറ്റ് ഹാങ് ആവുകയോ അല്ലെങ്കിൽ അതെല്ലാം കൂടെ കിടന്നിട്ട് നമ്മൾ കേട്ടതേത് കേൾക്കാത്തതെന്നൊക്കെ ഉള്ളൊരു ഇത് വരും. റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ക് കുറച്ചത് കേട്ടത് നമുക്ക് ഏകദേശം ധാരണയായി. പിന്നെ അതിനങ്ങ് ഒഴിവാക്കി എന്ത് ചെയ്യുക, നമ്മൾ ഇട്ടേക്കുന്ന വോയിസുകൾ മാത്രം അവരൊരു സൂക്ഷിച്ചാൽ നല്ലതാണ്. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും വിട്ടുന്ന അവരുടെ വോയിസ് മാത്രമായിട്ട് അതിൽ ഇട്ടിട്ട് ബാക്കിയുള്ളതുള്ളൂ. അപ്പം നമുക്കൊരു ഐഡിയ മനസ്സിലാവും, തുടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങി എന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ മനസ്സിലാവും. അപ്പം അങ്ങനെ ഇട്ടേക്കുക. മാക്സിമം എല്ലാവരും ആശയ രൂപീകരണം നടത്തണം. ഈ ആശയ രൂപീകരണം നിങ്ങളെ എവിടെ എത്തിക്കുമോ എന്നുള്ള കാര്യം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും തന്നെ അതിൻ്റെ റിസൾട്ടുകൾ പലർക്കും ഉണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മളെല്ലാവരും പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ രൂപീകരണവും നമ്മുടെ ഭൂമിയുടെ രൂപീകരണവും നക്ഷത്രങ്ങളുടെ രൂപീകരണവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തുള്ള ഒരു കൂടപ്പിറപ്പുകളാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതിനകത്ത് ഫേസ്ബുക്ക് പേജുകൾ എല്ലാവരും ഫേസ്ബുക്ക് പേജുകൾ ചെയ്തേക്കണം. ഫേസ്ബുക്ക് പേജ് ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ചെയ്തോളണം. അതുപോലെ ഇൻസ്റ്റ ഇല്ലാത്തവർ എന്തായാലും നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്തൂടെ ജീവിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം ചെയ്തോളണം. അതുപോലെ തന്നെ യൂട്യൂബ്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം 5 പേര് വീതം ഇതിനകത്ത് എന്ത് ചെയ്യുക, അവരുടെ അവരുടെ എന്ത് ചെയ്യുക, ഒരു 5 പേര് വീതം ഇതിനകത്ത് അവരുടെ ചാനലിൽ ഇടുക. നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മനസ്സിലല്ലേ, ഫോളോ ചെയ്യണം. നല്ലൊരു പരിപാടിയല്ലേ? മനസ്സിലല്ലേ? എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു 5 പേര് ഇത് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു 250 പേരുണ്ട്. ആ 250 പേര് അത് ചെറിയൊരിതല്ല. അത് മാത്രമല്ല, നമ്മളെപ്പോഴും ഓരോരുത്തരുടെ റീൽസ് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കൂടപ്പുറപ്പുള്ള ഈ കൂട്ടത്തിനകത്തുള്ള 10x മൈൻഡ് പവറിനകത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? കണ്ടന്റൊക്കെ കൊടുക്കാം, അതൊക്കെ ഞാൻ പറയാം. കണ്ടന്റ് കൊടുക്കാനുള്ളതൊക്കെ പറയാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിനുള്ള നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എല്ലാവരും അവരവരുടേതായ അവരുടെ ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുന്നവരങ്ങനെ, അതല്ല അവരുടെ തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളിവിടെ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് ഉള്ള ഒരു സിഗ്നേച്ചറും കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കരുത്. അത് മാത്രമല്ല, നമ്മളുടെ ഏത് കാര്യത്തിനും ഓൺലൈൻ ഒരു സാധ്യതയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഇത്രയൊക്കെ ചിന്തിച്ചിട്ട് ഈ ഓൺലൈനുമായിട്ട് ഞാൻ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നോക്കിയിട്ട് ഓൺലൈനായിട്ട് ബന്ധവും ഈ പോഡ്കാസ്റ്റും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പേര് മാനസികമായി അടുക്കുമായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അതിലെല്ലാത്തിനും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സാധ്യത ഉണ്ടായതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുക, നമ്മുടെ കഴിവുകൾ ഡെവലപ്പാക്കുക. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ 1-to-1 മീറ്റിംഗ് വെക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി പേര് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സുകൾ ചെയ്യുന്ന അവരുടെ ഒരു വീഡിയോ ഞാനുമായിട്ട് സംസാരിച്ച് ഒരു വീഡിയോ അവരെക്കുറിച്ച് അവരെന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നേരത്തെ കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവരുടെ പ്രൊഫഷണൽ എന്താണോ അതിപ്പോൾ സീത ടീച്ചറിൻ്റെ 29-ാം തീയതി യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ കാലങ്ങളായിട്ട് സീത ടീച്ചർ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വേറെ പുറത്തു പോയി യോഗ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സീത ടീച്ചർ ഉണ്ടോ അതിൽ? ഇല്ല കേട്ടോ. അപ്പോൾ 29-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ബാച്ചിലുള്ളതാണ് സീത ടീച്ചറൊക്കെ. അപ്പോൾ 29-ാം തീയതി തുടങ്ങും. അപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സീത ടീച്ചറിനെ ഒക്കെ വെച്ചിട്ട് സീത ടീച്ചറിനെ ആയിട്ട് സംസാരിക്കുന്നതും അങ്ങനെ ഇതിനകത്ത് ഓരോരുത്തരുടെയും കോഴ്സുമായി ബന്ധപ്പെട്ട് പറയും. ഇപ്പോൾ എൻ്റെ തന്നെ 60,000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അത്തരം സാധ്യതകൾ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂർ അരമണിക്കൂർ വരുന്ന ഒരു വീഡിയോയും കൂടി നമ്മൾ ഓരോ ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന നമ്മളെ സവിത ടീച്ചർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരായിട്ട് വീഡിയോ എടുത്ത് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇതും സമൂഹത്തിന് എന്താണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മളിതിനകത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരും പുതിയ പരിപാടിയിൽ തുടങ്ങുക. പിന്നെ ഇതിനകത്ത് നമ്മളെ കണ്ണൂർ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന അവിടുത്തെ കല്ല് കൊണ്ടുവന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന അത് സാറുണ്ട് അതിനകത്ത്. ഞാൻ എല്ലാവരും മറന്നു. ഈ 1-to-1 മീറ്റിംഗ് അതിനാണ് കേട്ടോ, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്തരം
സാധ്യതകൾ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കൂടുതൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ നിരവധി മേഖലകളിലൂടെ നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാം. വെറുതെ നമ്മൾ മനസ്സിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും തലങ്ങളും അതും ഇതും സ്ട്രെസ് സെൻസും ഒക്കെ പഠിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ലൈഫിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മനസ്സിലല്ലേ? പണവും അംഗീകാരവും മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഘടകമാണ്. അപ്പോൾ അതിനോടുള്ള മറ്റേ അതിനോടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും തയ്യാറാവുക. ഓക്കെ. അപ്പോൾ ഞാൻ 5 വരെ ഇപ്പോൾ ആ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ വളരെ പെട്ടെന്ന് തുടങ്ങുക. എങ്ങനെയാണ് തുടങ്ങുന്നതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 1-to-1 മീറ്റിങ്ങിലുള്ള ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് അത് കവർ ചെയ്ത് പോകാം. ഇപ്പോൾ എല്ലാവരും കൂടെ ലിങ്ക് ഇടണ്ട. ഒരു 5 പേര് അത് ഞാൻ നാളെ മുതൽ ഞാനത് പറയാം. അപ്പോൾ 5 പേര് ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം 5 പേരെ ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് നോക്കാനും അവരുടെ പ്രൊഫഷണലൊക്കെ നമ്മൾ മനസ്സിലാവും. ഇത് നല്ലൊരു അഭിപ്രായമല്ലേ? ഇതിന് എതിരഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? നല്ല അഭിപ്രായം. ഓക്കെ. നമ്മളിവിടെ നിന്ന് പയറ്റി തെളിഞ്ഞ് നമുക്ക് ഇറങ്ങണം. നമുക്ക് അതിനു വേണ്ടിയാണ്. ഇവിടെ വന്നിട്ട് ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. എൻ്റെ കയ്യിൽ വല്ലതും തരാൻ വേണ്ട. ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അതിവിടെ പറയാമെന്ന് വിചാരിച്ചു. അവിടെ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാമോ? ഓക്കെ. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് നമുക്കിവിടെ ഈ ചിന്ത നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എത്രമാത്രം നമുക്ക് ചിന്തിക്കാമോ അത്രമാത്രം ചിന്തിക്കാനുള്ള അവസരമുണ്ട്. അതിന് സമയം പോലും തടസ്സമല്ല. ശരിയാണോ? അല്ലേ? സമയം പോലും തടസ്സമാണ്. അപ്പൊ എത്രമാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത്, അതായത് പ്രപഞ്ചത്തോളം ചിന്തിക്കാൻ പറ്റും മനുഷ്യന്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മുടെ സമൃദ്ധിയും നമ്മുടെ ഐശ്വര്യവും നമ്മുടെ നാശവും എല്ലാം അതിൻ്റെ ആ ചിന്തകളുടെ റിസൾട്ടുമാണ്. അപ്പൊ പ്രപഞ്ചത്തോളം നമുക്ക് പ്രപഞ്ചത്തിനോടുള്ള നന്ദി കാണിക്കൽ എന്ന് പറയുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരീര നിയന്ത്രണ തലത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? എനിക്കെന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത്. മനസ്സിലല്ലേ? അതായത് ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ളതല്ല. മനസ്സിലല്ലേ? എനിക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്ത് നേടിയെടുക്കാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് അവനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ അവനിലേക്ക് വരുന്നത്. എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതും എനിക്കെന്ത് നേടിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതും രണ്ടാണ്. ശരിയാണോ? അല്ലേ? ഈ ലെവലിലേക്കാണ് നമ്മൾ ചിന്തിക്കാൻ. നമ്മൾ ഇതിനിടയ്ക്ക് ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബ്ലോക്കിനെ കുറിച്ചും നെഗറ്റീവിനെ കുറിച്ചും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഈ കാര്യങ്ങളെ വിശാലമായി പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ളിലുള്ള പല ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങ് പൊക്കോളും. വീണ്ടും നമ്മൾ അഴുക്ക് എടുത്തൊഴിച്ചിട്ട് ഇനി അത് വരൂ ഇത് വരുമോ എന്ന് പറഞ്ഞത് എനിക്ക് എന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്നതൊക്കെ എനിക്ക് നാശം വരൂ, എനിക്ക് നഷ്ടം വരൂ,
എനിക്ക് ബ്ലോക്ക് വരുമോ, എനിക്ക് പേടി വരുമോ, എൻ്റെ പേടി അങ്ങനെ ഒരു എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോൾ അവിടെ പേടി വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ അവിടെ കൊണ്ട് കയറ്റി വെക്കേണ്ട ആവശ്യങ്ങളില്ല, അവിടെ കൊണ്ട് ചേർത്ത് വെക്കണ്ട. മനസ്സിലല്ലേ? ഈ ഒരു തോട്ട് പ്രോസസ്, ഈ ഒരു മനോഭാവം ഒന്ന് ആലോചിക്കുക. മനുഷ്യന്റെ പാറ്റേൺ, ചിന്തയുടെ പാറ്റേൺ എന്ന് പറയുന്നത് അവന്റെ മനോഭാവമാണ്. ആ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്ത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് രണ്ടാണ്. ഇങ്ങനെ നമുക്ക് മാറി വരാൻ പറ്റണം. ഇത് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടി, എനിക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റി, ഇത്രയാണ് അവിടെ എടുക്കാൻ. ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, മനസ്സിനെ മാറ്റിയെടുക്കാനുള്ളതാണ് യൂണിവേഴ്സൽ ബാങ്കിലേക്ക്. മനസ്സിലല്ലേ? യൂണിവേഴ്സൽ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു, എല്ലാം ചെയ്യുന്നു. യൂണിവേഴ്സൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ഐശ്വര്യമുള്ളതായിരിക്കണം. മനസ്സിലല്ലേ? അല്ലാതെ ഇതേ കണക്കായിരിക്കരുത് യൂണിവേഴ്സൽ ബാങ്ക്. ഇതേ കണക്കായിരിക്കരുത് യൂണിവേഴ്സൽ ബാങ്ക്. യൂണിവേഴ്സൽ ഭയങ്കര കാണുന്നുണ്ടല്ലേ? യൂണിവേഴ്സൽ ബാങ്കിന് വളരെ സാധ്യതയുള്ള ഏരിയയാണ്. അത് നമ്മളെ ഇതേപോലെ ആവരുത്. അതേസമയം എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെയുള്ളതായിരിക്കണം. ആ ഒരു മനസ്സോടുകൂടി യൂണിവേഴ്സൽ ബാങ്കിനെ കാണണം. മനസ്സിലായില്ലേ? ഓക്കെ. ആ ഒരു തോട്ട് പ്രോസസ് മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെയുള്ള നമ്മളെ എടുത്ത് പഠിക്കുക. ഇതിനകത്ത് ദയവായി നിങ്ങൾ ബ്ലോക്കാണ്, നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ വരൂലേ, ഇത് വരൂലേ, നാശം വരൂലേ, നഷ്ടം വരൂലേ, ഇങ്ങനെ ഒന്നും ചിന്തിച്ച് നിങ്ങളെ സമയം കളയാൻ നോക്കരുത്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ ആ മനോഭാവം മാറ്റാൻ ശ്രമിക്കുക. മനോഭാവം ഇച്ചിരിയെങ്കിലും മാറ്റുന്നിടത്ത് മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളത്. മനസ്സിലായില്ലേ? ശരി. മൂല്യം നിക്ഷേപിക്കുന്ന ഇത്, അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ എനിക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്ത് വാല്യൂ നൽകാൻ കഴിയും എന്നുള്ളതിലാണ് നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ. അല്ലാതെ അവിടെയും എനിക്ക് എന്ത് കിട്ടും, ദരിദ്രന്റെ അവസ്ഥയാണ്. ദരിദ്രൻ മീൻസ് വിജയിക്കാത്തവന്റെ അവസ്ഥയാണ്. നേരത്തെ എനിക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിച്ച. അവിടെയും ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞിടക്കണം. നമ്മൾ എന്താ ചിന്തിക്കുന്നത്, എനിക്കെന്ത് കിട്ടും. കിട്ടാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീണ്ടും പറയണം ബ്ലോക്കാണ്, നെഗറ്റീവാണെന്ന്. അതേസമയം എന്താണ് അവിടെയും ഇവിടെ ചിന്തിക്കപ്പെടുന്ന എന്താണ്, ഒരു ബിസിനസ് ഒരു വിജയിക്കുന്ന മനോഭാവമുള്ളതാണ്. എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്ത് വാല്യൂ നൽകാൻ കഴിയുന്നുള്ളതാണ്. എന്ത് വാല്യൂ ആണ് എനിക്ക് നൽകാൻ കഴിയുക എന്ന് ചിന്തിക്കാൻ ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ കോഴ്സ് ചെയ്യാണ്, എനിക്കെന്ത് കിട്ടും, ഞാൻ ഇങ്ങനെ ബിസിനസ് തുടങ്ങുകയാണ്, എനിക്കെന്ത് കിട്ടും, ഇത് സെക്കൻഡറി ആണ്. അത് കിട്ടിക്കോളും. അത് നേരത്തെ പറഞ്ഞ നമ്മൾ മനുഷ്യന് വേണ്ടി, മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി വാല്യൂ ഉള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ തരുന്ന കൃതജ്ഞതയാണ് നമുക്ക് കിട്ടുന്ന സ്നേഹവും പണവും എല്ലാം നമുക്ക് തരുന്ന. ശരിയാണല്ലേ? ശരിയാണ് സാർ, ശരിയാണ് സാർ. ഇങ്ങനെ എടുക്കാം. മനസ്സിലല്ലേ? അവിടെ നമുക്ക് എൻ്റെ എങ്ങനെ എനിക്കെന്ത് കിട്ടും, ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് ചെയ്താൽ എനിക്കെന്ത് കിട്ടും, 10 വരെ ഇതിൽ കൊണ്ടുവന്നല്ല എനിക്കെന്ത് കിട്ടും. അതല്ല, നമ്മളെന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് മൂല്യമുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവര് നമുക്ക് തരുന്ന, സത്യത്തിൽ നമുക്ക് തരുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് തരുന്ന ഈ പണവും അല്ലെങ്കിൽ അംഗീകാരവും സ്നേഹവും ഈ കാത്തിരിപ്പും എല്ലാം. മനസ്സിലായില്ലേ? നമ്മൾ ഒരു 10-15 മിനിറ്റ് ക്ലാസ് ഡിലേ ആയി പോയാലും ബാക്കിയുള്ളവർ അത്രയും പേര് ഇന്നലെയൊക്കെ കാത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മണി ഈസ് സെക്കൻഡറി സോഴ്സ്. പൈസ അല്ല, പൈസ രണ്ടാമത്താണ്. ഇങ്ങോട്ട് വന്നോളും, ഇങ്ങോട്ട് വരുന്നതാണ്. കൊടുക്കാൻ പറ്റുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക്. ആ ഒരു ചിന്ത നമുക്ക് ഈ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വേണം. അത് ഇപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോഴും എങ്ങനെ അംഗീകാരം കിട്ടുമെന്നുള്ളതല്ല, അംഗീകാരം വന്നുകൊള്ളും. മനസ്സിലല്ലേ? എങ്ങനെ മനുഷ്യനെ ചിന്തിപ്പിക്കാനോ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലോ നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പണിയെടുക്കാൻ.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇമോഷണൽ. എങ്ങനെയാണ് ഞാൻ എല്ലാം പറഞ്ഞ യൂണിവേഴ്സൽ ബാങ്കിനകത്ത് നിറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലല്ലേ? അതായത് നെഗറ്റീവായിട്ടുള്ള സമീപനം, പോസിറ്റീവായിട്ടുള്ള സമീപനം. ഞാൻ നശിക്കാൻ പോവുകയാണോ? എനിക്ക് അതായത് ഒരു തവണ ഞാൻ ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ കുറഞ്ഞതൊരു 3 പേരെങ്കിലും വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു 45 പേരാകും. അപ്പോൾ ഞാൻ ഇങ്ങനെ കണക്കൂട്ടിയിട്ടുണ്ട്. കണക്കൂട്ടി ദിവസം 3 പേരൊന്നും കിട്ടില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യും, ഒരു ദിവസം 10-30 പേർക്കൊക്കെ മെസ്സേജ് അയക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3 എന്നുള്ളത് ഒരു ദിവസം 10 പേര് വീതം വരാൻ ഉള്ളൊരു ടൈമായി. 3-ൽ നിന്ന് 10-ലേക്ക് മാറി. പക്ഷേ തിരിച്ച് 5-ലേക്ക് വരുമ്പോഴും, തിരിച്ച് 3-ലേക്ക് വരുമ്പോഴും, തിരിച്ച് 1-ൽ വരുമ്പോഴും, തിരിച്ച് 0-ൽ വരുമ്പോഴും ടാലി നോക്കുമ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലാതെ ഇന്നലെ കിട്ടിയതുപോലെ അല്ല ഇന്ന് കിട്ടിയത്. ഇന്നലെ കിട്ടിയതിൻ്റെ മതിപ്പ്, അതിൻ്റെ സുഖം എല്ലാം കൂടെ അങ്ങ് ക്യാച്ച് ചെയ്ത് വെച്ചിട്ട് ഇന്ന് വരാതിരിക്കുമ്പോൾ അയ്യോ നമ്മളെ ബിസിനസ് പൊളിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ഐഡിയ പൊളിഞ്ഞ്, അങ്ങനെയൊന്നും അല്ല. കാരണം 3 ആവറേജ് നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് 10 പോയി 15 പേര് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൽ അതിൻ്റെ ടാലി കൂടി അതിൻ്റെ കണക്ക് കൂടി നിൽക്കുന്നതിൽ നിന്ന് തിരിച്ച് 5-ലേക്ക് വരുമ്പോൾ 15 കിട്ടിയതിൻ്റെ സന്തോഷവും സുഖവും ഇല്ല. തിരിച്ച് 0-ൽ വരികയാണ് ഒരു ദിവസം. അപ്പോഴെന്ത് ചെയ്യണം? ആകെ ടയേർഡാവുകയാണ്. അയ്യോ 0 ആയിപ്പോയി. 3 പ്രതീക്ഷിച്ച സമയത്ത് 30 കിട്ടി. പിന്നെ ഈ 3-ൽ നിന്ന് 0 ആകുമ്പോഴത്തേക്ക് എന്താ ദുഃഖം? അതൊക്കെ നമ്മളുടെ യൂണിവേഴ്സൽ ബാങ്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? മോശമായിട്ടുള്ള ഒരു മനോഭാവം, മനസ്സിന്റെ ഭാവം അല്ലെങ്കിൽ ഇമോഷണലാണ് നമ്മളവിടെ നിറയ്ക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഈ വരുന്ന ആൾക്കാരെടുത്ത്, ഇപ്പൊ ഉദാഹരണം ഇന്നിപ്പോ 100 പേര് നമ്മളെ ക്ലാസ് കേൾക്കാറുണ്ട്. നാളെ 5 പേരേ ഉള്ളൂ. അപ്പൊ 95 പേരോടുള്ള മോശമായ മനോഭാവം, അവരോടുള്ള ദേഷ്യം, അവരോടുള്ള ഈ ഇമോഷൻ, ഈ 5 പേരെടുത്ത് നമ്മൾ കാണിക്കുമ്പോൾ ആ 5 പേര് പിന്നെ വരാൻ തയ്യാറാവൂലേ? ഈ തോട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ. അല്ല നമുക്ക് എല്ലാം നമ്മളുടെ അകത്ത് എങ്ങനെയാണോ അങ്ങനെയാണ് പുറം. മനസ്സിലായി? അകംപടുപ്പ് എങ്ങനെയാണോ അങ്ങനെയാണ് പുറം പടുപ്പും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ 1 പ്രതീക്ഷിച്ച്, 2 പ്രതീക്ഷിച്ച്, 3 പ്രതീക്ഷിച്ച് 30-ലേക്ക് കയറിയിട്ട് ഇതിലേക്ക് വരണ സമയത്ത്, 0-ലേക്ക് വരണ സമയത്തും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ളതും, കുറച്ചും കൂടെ മനസ്സിലാക്കാനും, കുറച്ചും കൂടെ പ്ലാൻ ചെയ്യാനും, കുറച്ചും കൂടെ മാറ്റം വരുത്താനും, രൂപാന്തര തത്വം ഉപയോഗിക്കാനുള്ള അവസരമാണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. എൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ഞാൻ കൈവരിക്കും. ആ സമയത്ത് ഇന്നലെ അല്പം പ്രപഞ്ചം എന്ത് ചെയ്തു? ലേശം സന്തോഷിപ്പിച്ച്, ഇവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചല്ലേ, ഇവനത്തെ അധികം കൊടുക്കാന്ന് വിചാരിച്ച്, എന്നിട്ട് പിന്നെ ഒത്തിരി അങ്ങ് താഴോട്ടിട്ടപ്പോഴത്തേക്ക് പിന്നെ പ്രപഞ്ചത്തിനോട് നന്ദിയില്ല. യൂണിവേഴ്സൽ ബാങ്കിൻ്റെ അടുത്തൊക്കെ ദേഷിച്ച് നോക്കണം. എല്ലാം അങ്ങ് സൂചിപ്പിച്ചതാ, എല്ലാം അങ്ങ് എപ്പോഴും അങ്ങ് വിജയിപ്പിച്ച് വിട്. പ്രപഞ്ചത്തിന് അതല്ലേ ജോലി, എപ്പോഴും നമ്മളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കേ. എന്നും നമ്മളെ അങ്ങ് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങ് നിർത്തിയാൽ മതി. അങ്ങനെയൊന്നും അല്ല. അയ്യോ എന്താ. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ ബാങ്കിന്റെ ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അതിൽ ഇട്ടിരിക്കും കേട്ടോ. ബിസിനസ് സാമ്രാജ്യം ചെയ്യുന്ന ഒറ്റയടിക്ക് മാറ്റം വരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും നമ്മൾ തുടങ്ങണ്ട. മനസ്സിലല്ലേ? അതിന് കോമ്പൗണ്ടിങ് പവർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കുക. ഒറ്റയടിക്ക് ഒന്നും മാറ്റം ചില ലക്ക് കൊണ്ട് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് അങ്ങ് വളരും. അത് സ്ഥായിയല്ല. ആ ഒറ്റയടിക്ക് വളരുമെങ്കിലും
അവിടെ നിന്ന് അടുത്ത അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ കുറെ സമയം എടുക്കും. അപ്പൊ ഈ ഒത്തങ്ങോട്ട് ഉയർന്നു പോയതുകൊണ്ട് പിന്നെ അതേപോലത്തെ ഫ്ലോ വന്നില്ലെങ്കിൽ, അതേപോലത്തെ യാത്ര സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അങ്ങ് മോശമായിട്ട് വരരുത്. അതായത് 1 വർഷം കൊണ്ട് വളരാനുള്ളത് 1 മാസം കൊണ്ട് അങ്ങ് വളർന്നു. മനസ്സിലായില്ലേ? 1 മാസം കൊണ്ടങ്ങ് വളർന്നു. എന്നിട്ടൊരു 6 മാസം അതേപോലെ പോവുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ടെൻഷൻ ആവും. ആ 1ാമത്തെ മാസം കയറി വന്ന സത്യത്തിൽ 1 വർഷത്തിന്റെ അളവാണ് അവിടെ വന്ന. അപ്പൊ 1 വർഷത്തിന്റെ അളവില് 1 വർഷത്തെ നമുക്ക് നേടിയെടുക്കാനുള്ളത് 1 മാസം കൊണ്ട് വന്നെങ്കിൽ ആ അളവിൽ 11 മാസം കൂടെ പോയാൽ എന്താ കുഴപ്പം? പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതായത് 1 വർഷം കൊണ്ട് നേടിയെടുക്കാനുള്ള 1 മാസം കൊണ്ട് നേടിയെടുത്തു. പിന്നെ ഒരു 11 മാസം അല്ലെങ്കിൽ 10 മാസം കൂടെ പോയതിനു ശേഷം പിന്നെ 1 മാസം കൊണ്ട് അടുത്ത് നേടിയെടുത്താൽ പോരെ? അതിനുവേണ്ടി തയ്യാറായി കാത്തിരുന്നാൽ പോരെ? അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഓരോ ശതമാനം വീതമെങ്കിലും നമ്മളുടെ പോസിറ്റീവായിട്ട് നമ്മളുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാവണം. ഇത് യൂണിവേഴ്സൽ ബാങ്കിന്റെ നമ്മൾ 10x മൈൻഡ് പവറിന്റെ പ്ലാനുകളാണ് ഇതൊക്കെ. മനസ്സിലായോ? അതുപോലെ തന്നെ റിസ്ക് എടുക്കുന്ന മാനസിക കരുത്ത്, നേരത്തെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞ കാര്യമാണ്. മനസ്സിനെ കൊണ്ട് അങ്ങ് ചെയ്തേക്കണം. പരാജയമാണ്. പരാജയമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യുക? എനിക്ക് മടിയാണ്, എനിക്ക് ബ്ലോക്കാണ്, എനിക്ക് തടസ്സമാണ്, അതിനുവേണ്ടി സാറേ എന്തെങ്കിലും പറഞ്ഞു തരൂ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ എന്നൊക്കെ പറയണത് അങ്ങനെയൊന്നും പറയണ്ട. സ്വന്തം മനസ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക? കാര്യമായിട്ട് അങ്ങ് പറഞ്ഞുതരാം. എനിക്ക് പ്രപഞ്ചത്തിനോട് നന്ദി പറയണം, എനിക്ക് കൃതജ്ഞത കാണിക്കണം, ധൈര്യമായിട്ട് ഇറങ്ങി പണിയെടുക്കണം എന്ന് പറഞ്ഞു വയ്ക്കണം. ഒരു 4-5 തവണ അങ്ങ് പറഞ്ഞു വയ്ക്കാണ്. എൻ്റെ മെഡിറ്റേഷൻ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ അതും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആരും വരെയൊന്നുമില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി, ബാക്കിയുള്ള മനുഷ്യരും ബാക്കിയുള്ള ആൾക്കാരും രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് നമ്മളെക്കാൾ പണിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരും വരുമെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിച്ചൊന്നും ഇരിക്കണ്ട. അങ്ങോട്ട് ഇറങ്ങി പണിയെടുക്കും. മനസ്സിലല്ലേ? അങ്ങോട്ട് ഇറങ്ങി സ്വന്തമായിട്ട് ഇറങ്ങി പണിയെടുക്കാൻ നോക്കി. ഓക്കെ. അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും ഈ പറയുന്ന കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്, മനസ്സിലല്ലേ, നമ്മൾ ചിന്തിക്കാതെ എന്ത് ചെയ്യുക? സുരക്ഷിത ബാങ്കിന്റെ ലോക്കർ പണം എന്താ പറയുക വളരില്ല. വിജയിച്ച ബിസിനസിന്റെ സാമ്രാജ്യമുണ്ട്. അതായത് നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പൈസ കൊണ്ടിട്ട് അവിടെ ലോക്കറിനകത്ത് പൈസ കൊണ്ടിട്ട് ആ പൈസ വളരെയൊന്നുമില്ല. അതുപോലെയാണ് നമ്മളെപ്പോഴും ഫ്രീ ആയി എല്ലാം ഇതിൽ കാണിച്ചു 1 രൂപ നാണയം എടുത്ത് വെച്ചാൽ കണ്ടത് കണ്ട 1 രൂപ നാണയം കണ്ട ആ ലോക്കറിൽ ആകെ ഉള്ളതാണ്. വളരും വളരെന്നും പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഇത് വയ്ക്കാണ്, ആമ്പിള്ളേരെ ബാങ്കിൽ വയ്ക്കാണ്, സ്വർണ്ണമാണ് കിടന്ന് തിളയ്ക്കണ. ഓക്കെ, ഇതിലേതാവണമെന്ന് അങ്ങോട്ട് ചിന്തിക്കും. അയ്യോ, ഇത് ആവുന്നില്ലല്ലോ. അതായതാണോ? ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. എന്താണ് റിസ്ക് എടുക്കുകയും മാനസിക കരുത്തോടു കൂടിയുള്ള പ്രവർത്തനം അങ്ങോട്ട് അങ്ങ് തുടങ്ങിയേക്കണം. ഓക്കെ ഓക്കെ നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിന്റെ ഏറ്റവും വലിയ കറൻസി എന്നത് നമ്മുടെ പോസിറ്റീവ് ചിന്തകളും ആത്മവിശ്വാസവുമാണ്. അത് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുവോ അത്രത്തോളം വലിയ സാമ്പത്തിക ബിസിനസ് സന്തോഷ അല്ലെങ്കിൽ സംതൃപ്തി
പ്രപഞ്ചം നമുക്ക് പലിശ സഹിതം തിരിച്ചു തരും. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. നമ്മളെന്താണ് നമ്മുടെ യൂണിവേഴ്സ് നേരത്തെ പറഞ്ഞ ചിന്ത എന്ന് പറയുന്നത് അനന്ത സാധ്യമായിട്ടുള്ളതാണ്. മനുഷ്യന് സമയവുമായിട്ടോ സ്ഥലവുമായിട്ടോ ഒരു തടസ്സവും ഇല്ലാത്തതാണ് ചിന്ത. അത് മനസ്സിലായിക്കൊള്ളണം. സമയവുമായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്ക് സൗഭാഗ്യവും പണവും ഒക്കെ അങ്ങ് വരും എന്ന് നമ്മൾ പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ചിന്തയ്ക്ക് സമയവുമായിട്ടും കാലവുമായിട്ടും സ്ഥലവുമായിട്ടും ഒരു ബന്ധവുമില്ല. അതായത് അതൊന്നും തടസ്സമല്ല. ബന്ധമല്ല, തടസ്സമല്ല. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യമായിട്ട് ചെയ്യാൻ നോക്കുക. പ്രപഞ്ചത്തിനോട് ആരെങ്കിലും എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തെ മന്ദീഭവിപ്പിച്ച് നമ്മളുടെ മനസ്സിലുണ്ടായ സ്വപ്നങ്ങളെ അടക്കി ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച് വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി കൃത്യമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് വഴി നമ്മുടെ ശരീര നിയന്ത്രണ തലം വഴി നമുക്ക് മാക്സിമം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആ പ്രവർത്തനങ്ങളെ എല്ലാം മുരടിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായിരിക്കും നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദ, ഏറ്റവും വലിയ കൃതജ്ഞത ഇല്ലായ്മ. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറായിക്കോളൂ. കൂടെ നമ്മളൊരു വലിയൊരു ടീമുണ്ട്. ഇതിനകത്ത് ഓരോരുത്തരും പരസ്പരം സഹായിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാകുമെന്ന വിശ്വാസത്തോടെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.